ഏഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ഡയറീസിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദോഷം മാറ്റുന്ന നാഗങ്ങൾ, കാവേരി ജലമെത്തുന്ന വിചിത്രക്കുളം, പെരളശ്ശേരിയുടെ കഥ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പെരളശ്ശേരിയുടെ കഥയെക്കുറിച്ച് പരിചയപ്പെടാം. പ്രകൃതി ഭംഗി കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും രുചിയൂറും ഭക്ഷണങ്ങൾ കൊണ്ടും ചരിത്രപരമായ നിർമ്മിതികൾ കൊണ്ടുമെല്ലാം ലോകത്തെ മറ്റേതു വിനോദസഞ്ചാര കേന്ദ്രങ്ങളോടും കിടപിടിക്കാവുന്ന ഇടമാണ് വടക്കേ മലബാർ. എങ്കിലും കേരളത്തിലെത്തുന്ന സഞ്ചാരികളിൽ ചെറിയൊരു പങ്ക് മാത്രമേ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ എത്തുന്നുള്ളൂ. തെയ്യക്കാവുകൾ, തീരങ്ങൾ, മലയോരം, കണ്ണൂരിന്റെ ഭക്ഷണം, പുഴയാത്ര, വിവിധ ആചാരാനുഷ്ഠാനങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ എന്നിവ കണ്ണൂരിന്റെ ആകർഷണങ്ങളാണ്. കണ്ണൂരിലെ അഞ്ചരക്കണ്ടി പുഴയ്ക്കരികിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ക്ഷേത്രമാണ് പെരളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പഴനിയിലേതുപോലെ പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഈ ക്ഷേത്രം നാഗാരാധനയ്ക്ക് പ്രസിദ്ധമാണ്. എല്ലാ വർഷവും ധനുമാസത്തിൽ നടക്കുന്ന 7 ദിവസത്തെ ഉത്സവത്തിന് ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തുന്നത്. മാത്രമല്ല, മനോഹരമായ വാസ്തുവിദ്യയും കൗതുകം ഉണർത്തുന്ന ഐതിഹ്യങ്ങളും എല്ലാമുള്ള ക്ഷേത്രം കാണാനായി സഞ്ചാരികളും പതിവായി ഇവിടേക്ക് എത്താറുണ്ട്. വിചിത്രമായ പടിക്കെട്ടുകളും തൂക്കുപാലവും. പെരളശ്ശേരി ക്ഷേത്രത്തിൽ നിന്ന് അല്പം കിഴക്കുമാറി ശാന്തമായി ഒഴുകുന്ന അഞ്ചരക്കണ്ടി പുഴ കാണാം. പുഴയ്ക്ക് കുറുകെയായി പണിത തൂക്കുപാലം ഇവിടുത്തെ വലിയൊരു ആകർഷണമാണ്. ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി 75 സെന്റിൽ അസാധാരണമായ പടിക്കെട്ടുകളോടുകൂടിയ ഒരു കുളം കാണാം. തമിഴ്നാട്, കർണാടക, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെല്ലാം ഉള്ളതുപോലെ പടിക്കെട്ടുകളോടുകൂടിയ കിണറുകളുടെ രൂപത്തിലാണ് ഇവിടെ കുളം കുഴിച്ചിരിക്കുന്നത്. അയണിവയൽ കുളം എന്നാണ് ഈ കുളം അറിയപ്പെടുന്നത്. 2001 നവീകരിച്ച കുളം ഒട്ടനവധി ചലച്ചിത്രങ്ങൾക്കും ആൽബങ്ങൾക്കുമെല്ലാം വേദിയായിട്ടുണ്ട്. കാവേരിയിലെ ജലം കുളത്തിലെത്തുന്ന ദിനം ധനുമാസം 5-ാം തീയതി മുതൽ 12-ാം തീയതി വരെയാണ് പെരളശ്ശേരി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം കൊണ്ടാടപ്പെടുന്നത്. പരമ്പരാഗത ക്ഷേത്ര കലാരൂപങ്ങളായ തായമ്പക, ഇരട്ടത്തായമ്പക, ചാക്യാർകൂത്ത്, പട്ടകം, ഓട്ടൻതുള്ളൽ, കഥകളി എന്നിവ ഉത്സവകാലങ്ങളിൽ ക്ഷേത്രത്തിൽ അവതരിപ്പിക്കാറുണ്ട്. കൂടാതെ തുലാമാസത്തിൽ നടക്കുന്ന തുലാസംക്രമവും വിശേഷാവസരമാണ്. തുലാം സംക്രമത്തിന് കാവേരി സംക്രമം എന്നും പേരുണ്ട്. ഈ ദിവസം കാവേരി നദിയിലെ ജലം ഇവിടത്തെ കുളത്തിൽ എത്തിച്ചേരുമെന്നാണ് വിശ്വാസം. രാമന്റെ പെരുവളയും നാഗമായി വന്ന സുബ്രഹ്മണ്യനും. ശ്രീരാമന്റെ വനവാസകാലത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്ന് ഐതിഹ്യം പറയുന്നു. ശ്രീരാമനാണ് ഇവിടത്തെ പ്രതിഷ്ഠ നടത്തിയതത്രേ. അന്ന് ഇവിടം ഒരു അയ്യപ്പ ക്ഷേത്രമായിരുന്നു എന്നും പറയപ്പെടുന്നു. അക്കാലത്ത് ബ്രഹ്മാവിനെ തടവിലാക്കിയതിന്റെ പ്രായശ്ചിത്തമായി പെരളശ്ശേരിയിലെ അയ്യപ്പൻകാവിലെ പൊട്ടക്കിണറ്റിൽ സർപ്പരൂപത്തിൽ ഏകാന്തവാസം നയിക്കുകയായിരുന്നു സുബ്രഹ്മണ്യൻ. വെയിലും മഴയും കൊള്ളാതെ സർപ്പങ്ങൾ തന്നെ കിണറിനു മുകളിൽ ഫണം കുടയാക്കി പിടിച്ച് അദ്ദേഹത്തെ കാത്തുപോന്നു. ശ്രീരാമൻ ഹനുമാനോടും ലക്ഷ്മണനോടും ഒപ്പം ഇവിടെ എത്തിയപ്പോൾ തന്നെ സുബ്രഹ്മണ്യന്റെ സാന്നിധ്യം അറിഞ്ഞു. ഇവിടെ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കണം എന്ന് തീരുമാനിച്ച രാമൻ അയ്യപ്പനോട് അനുവാദം ചോദിച്ചു. താനിരിക്കുന്ന പ്രധാന ശ്രീകോവിൽ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയ്ക്കായി തരാമെന്നും ആ ശ്രീകോവിലിന് തെക്കേ ഭാഗത്തായി തനിക്ക് സ്ഥാനം നൽകിയാൽ മതിയെന്നും അയ്യപ്പൻ ശ്രീരാമനോട് പറഞ്ഞു. തുടർന്ന് പ്രതിഷ്ഠ നടത്താനുള്ള ശില കൊണ്ടുവരാൻ രാമൻ ഹനുമാനെ പറഞ്ഞുവിട്ടു. മുഹൂർത്തമായിട്ടും ഹനുമാൻ തിരിച്ചെത്താതെയായപ്പോൾ ശ്രീരാമൻ തന്റെ കയ്യിലെ പെരുവള ഊരിയെടുത്ത് വിഗ്രഹമായി പ്രതിഷ്ഠിച്ചു. അപ്പോഴേക്കും ശിലയുമായി ഹനുമാൻ എത്തിച്ചേർന്നു. വള തിരിച്ചെടുത്ത് ശില പ്രതിഷ്ഠിക്കാൻ ഹനുമാൻ ശ്രമിച്ചു. പക്ഷേ ഹനുമാന് വരെ പൊക്കാനാവാത്ത വിധത്തിൽ വളയുടെ ഭാരം വർദ്ധിച്ചു. മാത്രമല്ല, ഒരു സർപ്പം എവിടെ നിന്നോ ഇഴഞ്ഞു വന്നു വളയ്ക്ക് മുകളിൽ ഇരുന്ന് ഫണം വിടർത്തിയാടാൻ തുടങ്ങി. സുബ്രഹ്മണ്യ സ്വാമിയാണ് സർപ്പത്തിന്റെ രൂപത്തിൽ വന്നതെന്ന് മനസ്സിലാക്കിയ രാമൻ പ്രതിഷ്ഠ കഴിഞ്ഞു എന്ന് അറിയിച്ചു. അങ്ങനെ രാമന്റെ പെരുവള ഊരി പ്രതിഷ്ഠിച്ച സ്ഥലം പെരുവളശ്ശേരി എന്നറിയപ്പെടാൻ തുടങ്ങി. കാലക്രമേണ ഇവിടം പെരളശ്ശേരിയായി മാറി. ഹനുമാനാകട്ടെ താൻ കൊണ്ടുവന്ന ശില അടുത്തു തന്നെ മറ്റൊരു ക്ഷേത്രം പണിത് അവിടെ പ്രതിഷ്ഠിച്ചു. മറക്കടനായ ഹനുമാൻ പ്രതിഷ്ഠിച്ച സ്ഥലമായതിനാൽ മറക്കടശ്ശേരി എന്ന് അവിടം അറിയപ്പെട്ടു. കാലാന്തരത്തിൽ ഇത് ലോബിച്ച് മക്രേരി എന്നറിയപ്പെട്ടു. ഇന്നും പെരളശ്ശേരി ദർശനം പൂർത്തിയാക്കണമെങ്കിൽ മക്രേരിയിലും കൂടി ദർശനം നടത്തണമെന്നാണ് പറയുക. 2 ക്ഷേത്രങ്ങളും ഒരുമിച്ച് ദർശിക്കുന്നത് 2 അമ്പലം ദർശനം എന്നാണ് അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ. ശ്രീകോവിലിലെ സുബ്രഹ്മണ്യ മൂർത്തിക്ക് ഏകദേശം 6 അടി ഉയരമുണ്ട്. കല്ലിൽ കൊത്തിയെടുത്തതാണ് ഇത്. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് ഈ ക്ഷേത്രവും നശിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഒരു വെള്ളിഗോളവുമായി ഘടിപ്പിച്ചാണ് വിഗ്രഹവുമുള്ളത്. തുല്യ പ്രാധാന്യത്തോടെ നാഗപ്രതിഷ്ഠയും ശാസ്താവ്, ഗണപതി, ഭദ്രകാളി എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. കോഴിമുട്ടയും പാലും നേർച്ച. ക്ഷേത്ര പരിസരത്ത് ഒരു അശോക വൃക്ഷമുണ്ട്. അതിന് താഴെയായി ഒരു സർപ്പക്കുഴിയുമുണ്ട്.
ഇവിടെ എത്തുന്ന ആളുകൾ വിവിധ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനായി ഗുഹയിൽ വസിക്കുന്ന പാമ്പുകൾക്ക് കോഴിമുട്ടയും പാലും നൽകി ആരാധന നടത്തുന്നു. നാഗപ്രീതിക്കായി ഇവിടെ സർപ്പബലി, നൂറും പാലും തുടങ്ങിയ വഴിപാടുകളും നടത്താറുണ്ട്. ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനം അനുവദിക്കുന്ന സംസ്ഥാനത്തെ പല പ്രമുഖ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ മതങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ട്. പെരളശ്ശേരി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.